ഇത് മറുത്തുകളിയല്ല, ഒത്തുകളി. കണ്ടങ്കാളി കനകത്ത് കണകം ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ അപൂർവ കാഴ്ച അരങ്ങേറിയത്. വടക്കൻ കേരളത്തിൽ പൂരക്കളിയുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന പണ്ഡിത സദസ്സാണ് മറുത്തുകളി. മറുത്തുകളിയിൽ 2 പണിക്കർമാരാണ് സംവാദങ്ങളിൽ ഏർപ്പെടുന്നതെങ്കിൽ ഇവിടെ ഒത്തുകളിയിൽ 3 പണിക്കർമാരാണ് പങ്കെടുക്കുന്നത്. മുൻപ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് മമ്പലം, മാവിച്ചേരി, കണകം എന്നീ തറവാടുകളിലെ 18 കാരണവന്മാർ ചേർന്നായിരുന്നു. പിന്നീട് മമ്പലത്തും മാവിച്ചേരിയിലും വെവ്വേറെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചെങ്കിലും അവർ ഒത്തുകൂടിയിരുന്നത് കണകത്തായിരുന്നു. ആചാരങ്ങൾ ഇന്നും നിലനിന്നു പോരുന്നതായി വീരിച്ചേരി നാരായണൻ അന്തിതിരിയൻ പറയുന്നു. പണ്ട് ഈ ക്ഷേത്രം ഉണ്ടാക്കുന്ന സമയം തന്നെ മമ്പലം, മാവിച്ചേരി, കണകം ഇങ്ങനെ 3 ക്ഷേത്രത്തിൽ 18 കാരണവന്മാർ കൂടിയിട്ടാണ് ക്ഷേത്രം പണ്ട് കാലം നിർമ്മിച്ചത്. പിന്നീട് മമ്പലത്ത് വേറെ ക്ഷേത്രം വന്നു, മാവിച്ചേരി വേറെ ക്ഷേത്രം വന്നു, ഇവിടെ വേറെ മുണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പുറം ഒന്ന് വന്നു. അപ്പോൾ 6 കാരണന്മാരാണ്, 18 കാരണന്മാരാണ് ഈ ക്ഷേത്രം നടത്തിയ പോലെ ഇത്. പിന്നെ ഇന്നത്തെ പൂരക്കളി മമ്പലത്തു നിന്നും മാവിച്ചേരിയിൽ നിന്നും ഇവിടുത്തെ 3 ആൾ കൂടിയിട്ട് കളിക്കേണ്ടതാണ് ഇന്നത്തെ കളി. വേറെ ഏത് സ്ഥലത്തും ഇങ്ങനെ ഒരു 3 പണിക്കന്മാർ കൂടിയിട്ട്, ഇത് മറുത്തുകളിയല്ല, ഒത്തുകളിയാണ്. സൗഹൃദത്തിൽ 3 ആളും കൂടി പിരിഞ്ഞു പോകേണ്ട ഒരു കളിയാണ് മറുത്തുകളി. മറുത്തുകളി എന്ന് പറയാൻ പറ്റില്ല, ഇത് ഒത്തുകളിയായിട്ടാണ് ഞങ്ങൾ പോവാം. രാഘവൻ പണിക്കർ പള്ളിക്കരയുടെ നേതൃത്വത്തിലുള്ള കണ്ടങ്കാളി കണകം സംഘവും പവിത്രൻ പീലിക്കോടിന്റെ മേൽനോട്ടത്തിൽ മാവിച്ചേരി ക്ഷേത്രം അധികൃതരും പീലാക്കൽ അശോകന്റെ മേൽനോട്ടത്തിലുള്ള മമ്പലം ക്ഷേത്രക്കാരുമാണ് ഒത്തുകളിയിൽ അണിനിരന്നത്. വിവിധ വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടും സാഹിത്യ സംഭാഷണങ്ങൾ നടത്തിയും വിജ്ഞാനപ്രദങ്ങളായ ചോദ്യങ്ങൾ ഉന്നയിച്ചും അവർ ആസ്വാദകർക്ക് അറിവിന്റെ അമൂല്യ പാഠങ്ങൾ പകർന്നു നൽകി. തുടർന്ന് 3 ക്ഷേത്രങ്ങളിലെയും പൂരക്കളിയും അരങ്ങേറി. 18ാം തരം വരെ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തും രാമായണവും ചിന്തും മതിൽക്കെട്ടിന് പുറത്തുമാണ് നടന്നത്. തീയ സമുദായത്തിന്റെ കഴകങ്ങളിലോ കാവുകളിലോ പൂരക്കളി സംഘങ്ങൾ സംവാദത്തിലൂടെ തങ്ങളുടെ മികവ് പ്രകടിപ്പിക്കുന്ന രീതിയാണ് ഇത്. ത്രീ ഡോട്ട്സ് മീഡിയ, പയ്യന്നൂർ.